സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 16-ന്റെ-7. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണയ്ക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ അനുഗ്രഹങ്ങളിലൊന്ന് ശത്രുക്കളല്ലാതാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ എഴുതിയ ഒരു പശ്ചാത്തലത്തിൽ രാജാക്കന്മാർ തമ്മിൽ സഖിത്വവും ശത്രുതയും നിലനിന്നൊരു കാലഘട്ടത്തിൽ ജ്ഞാനി തലമുറകൾക്ക് നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപദേശം, നിങ്ങൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് യഹോവയ്ക്ക് പ്രസാദകരമാവണ്ണം നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങൾ നടക്കുന്ന വഴികൾ, അവ യഹോവയ്ക്ക് ഇഷ്ടമായി ഇരിക്കുന്ന കാലത്തോളം യഹോവ നിങ്ങളുടെ ശത്രുക്കളെ ഒക്കെയും നിങ്ങളോട് ഇണക്കും. വളരെ ശ്രദ്ധേയമായ അനവധി ചിന്തകൾ ജ്ഞാനി ഈ സൂക്തത്തിൽ വ്യക്തമാക്കുന്നു. ഒന്ന്, അടിസ്ഥാനപരമായി ജ്ഞാനി നൽകുന്ന ഉപദേശം ഇതുതന്നെയാണ്: യഹോവയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കുക. രാജാക്കന്മാർ പല രീതിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് സ്ഥാനങ്ങൾ നൽകിയത് ദൈവമാണെന്ന് ദൈവത്തെ മറന്ന് ജീവിച്ച, ദൈവകൽപ്പനകൾ കേൾക്കാതെ ജീവിച്ച രാജാക്കന്മാരുണ്ട്. അത് രാജാക്കന്മാരുടെ തലം മുതൽ സാധാരണക്കാരുടെ തലം വരെയുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നടക്കുന്ന അനുഭവം. ദൈവത്തിന് ഇഷ്ടമുള്ള വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണെന്നും ആ പ്രസാദകരമായ ജീവിതം അനുഗ്രഹമാണെന്നും ജ്ഞാനി തുടർച്ചയായി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവപ്രീതി ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം. ദൈവരാജ്യ സങ്കല്പം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ശലോം, യുദ്ധം ഇല്ലായ്മയുടെ ഒരവസ്ഥ മാത്രമല്ല, അത് ബന്ധങ്ങളുടെ മനോഹാരിതയുടെ ഒരവസ്ഥ കൂടെയാണ്. സർവരുടെയും നന്മയുടെ ഒരവസ്ഥയാണ്. ദൈവപ്രീതി സമാധാനത്തിൻ്റെ അടിസ്ഥാനമാണ്. എവിടെയാണ്, എന്തുകൊണ്ടാണ് ലോകത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത് എന്നത് അടിസ്ഥാനപരമായ ചോദ്യമായി നാം ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ദൈവത്തെ മറന്നുള്ള ജീവിതവുമാണ് പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണം. കുടുംബജീവിതത്തിൽ പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഇരുവരും ദൈവത്തെ മറന്ന് ദൈവത്തിന് നിരക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അത് ദൈവത്തെ മറന്നുള്ള ഭീകരതയിലൂടെ സൃഷ്ടിക്കപ്പെടുകയും ഭീകരതയുടെ പ്രതികരണം എന്നവണ്ണം സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് ആക്രമിക്കുന്ന, രാജ്യങ്ങളെ കീഴടക്കുന്ന, മനുഷ്യരെ കൊന്നൊടുക്കുന്ന, സമൂഹ ഹത്യയിലേക്ക് പോലും വഴിതെളിക്കുന്ന
ഭീതിതമായ അവസ്ഥകളുടെ മധ്യയാണ് ഇന്ന് നാം ഈ സദൃശവാക്യം ധ്യാനിക്കുന്നത്. ദൈവപ്രീതി, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെയുള്ള മാനവ സഞ്ചാരം, അതാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനമെന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. ശത്രുവായി ഇണങ്ങുവാൻ കഴിയുക എന്നുള്ളത് ഒരു ദൈവകൃപയാണ്. അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരു ലോകം, അനുനിമിഷം പുതിയ ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടുന്നൊരു ലോകം, ആ ലോകത്തിൻ്റെ അവസ്ഥ മുതൽ സാധാരണ വ്യക്തി ജീവിതങ്ങളിലേക്ക് നാം കടന്നു വരുന്ന അവസ്ഥകൾ വരെ നാം ചിന്തിക്കുമ്പോൾ വീടിനുള്ളിൽ ശത്രുത, കുടുംബക്കാർ തമ്മിൽ ശത്രുത, ദേവാലയങ്ങൾക്കുള്ളിൽ ശത്രുത, ദേവാലയങ്ങൾ തമ്മിൽ ശത്രുത, മതങ്ങൾ തമ്മിൽ ഭിന്നത, ലോകത്തിൽ ഒരുപാട് ശത്രുതയുടെ കണികകൾ നാം കാണുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദൈവത്തിന് ഹിതകരമാവണ്ണം നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ ശത്രുക്കളുമായി ഇണങ്ങുവാൻ കഴിയുമാറ് രൂപാന്തരത്തിൻ്റെ സാധ്യതയുള്ള ദൈവകൃപയുടെ ആഴങ്ങൾ നാം ഓർമ്മിപ്പിക്കപ്പെടുന്നു. നീതിയുക്തമായ ജീവിതത്തിൻ്റെ രൂപാന്തരദായകമായ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ അടിസ്ഥാനപരമായി നാം കാണുന്നത്. ജീവിതം ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർന്ന്, ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നാം ജീവിക്കുകയാണെങ്കിൽ അത് ബന്ധങ്ങളിലെ വിള്ളലുകളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതും, വിള്ളലുകൾ അടച്ച് ബന്ധങ്ങളെ പുനർനിർമ്മിക്കുവാൻ കഴിയുന്നതും, സ്നേഹസാന്ദ്രതയെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്നതുമായ ദൈവിക ഇടപെടലാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നാം കാണുന്നത്. സമാധാനം എപ്പോഴും സൗഹൃദം തന്നെയാകണമെന്നില്ല. പക്ഷേ ദൈവം ഇടപെടുന്നിടത്ത് ശത്രുതയുടെ അവസാനം സാധ്യമാണെന്ന്, പകയോടും ദേഷ്യത്തോടും മനുഷ്യർ തമ്മിൽ ജീവിക്കേണ്ടുന്ന അവസ്ഥയ്ക്ക് അറുതി വരുമെന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കുക എന്നത് ദൈവത്തോട് ചേർന്നുള്ള ഒരു പ്രവൃത്തിയാണ്, ദൈവ മക്കളുടെ പ്രവൃത്തിയാണ്. സമാധാനം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഉടയവനോട് ചേർന്ന് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം ഓർക്കണം. ഈ ശത്രുത അത് വ്യക്തികളോടോ സമൂഹങ്ങളോടോ മാത്രമല്ല. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന ഓർമ്മപ്പെടുത്തലിൽ അത് ആത്മീയ ശക്തികളോട്, ഇരുളിൻ്റെ ശക്തികളോട് കൂടെയാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ, അന്ധകാരത്തിൻ്റെ ഒരുപാട് ശത്രുതകൾ നമ്മുടെ ചുറ്റും കാണുമ്പോൾ ദൈവത്തിന് ഹൃദയകരമായി ജീവിക്കുകയാണെങ്കിൽ ആ ശത്രുതയെ ഒഴിവാക്കുവാനും നമുക്കാകും എന്ന് നാം ഓർക്കണം. യോസെഫിൻ്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹോദരങ്ങളൊക്കെയും ശത്രുക്കളായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് യോസെഫിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥാന്തരവും രൂപാന്തരവും നമുക്കറിയാം. ഒടുവിൽ ഫറവോന്റെ പ്രധാനമന്ത്രിയായി മാറുന്ന അവസ്ഥയിൽ സഹോദരന്മാർ മടങ്ങിയെത്തി. അവർ യോസെഫിനെ ആശ്ലേഷിച്ച് സ്നേഹിതൻ എന്നതിനേക്കാൾ ഉപരിയായി ശത്രുതയെ അവസാനിപ്പിച്ച് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് എത്തുന്ന ഒരനുഭവത്തിൽ, ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സദൃശവാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമായി ജീവിക്കുന്ന അനുഭവം, അത് ദൈവം ശത്രുക്കളെപ്പോലും രൂപാന്തരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വഴിവെക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അവസ്ഥയിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശമായി മാറേണ്ടത്, അടിസ്ഥാന ലക്ഷ്യമായി മാറേണ്ടത്. ഒരുത്തന് അവൻ്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് എന്ന ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ ദൈവ അനുഗ്രഹങ്ങൾ ശത്രുക്കളെപ്പോലും അവനോട് ഇണക്കുന്ന അനുഭവമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. സംഘർഷങ്ങളും ശത്രുതയും ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ
സംഘർഷത്താൽ വലയുമ്പോൾ, മാനസിക സമ്മർദ്ദങ്ങൾ ശാരീരികമായ പ്രതിസന്ധിയിലേക്ക് നയിക്കുമ്പോൾ, സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും താങ്ങുവാൻ കഴിയാതെ മനുഷ്യ ജീവിതങ്ങൾ ഭീതിത അവസ്ഥകളിൽ ചെന്നെത്തി നിൽക്കുമ്പോൾ, ഇവിടെ ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സംഘർഷങ്ങളെ, നിങ്ങളുടെ സമ്മർദ്ദങ്ങളെ, നിങ്ങളുടെ ശത്രുതകളെ ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. ദൈവത്തിൻ്റെ ഹിതകരമായി ഒരു ജീവിതം ജീവിക്കുവാൻ നിങ്ങൾക്കാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിപ്പാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ നീതിയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനുഷ്യബന്ധങ്ങളിൽ പ്രതിഫലിക്കുന്നത് കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ദൈവത്തിൻ്റെ സമയത്തിന് സ്വയം വിനയപ്പെടുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ദൈവം രൂപാന്തരത്തിൻ്റെ ദൈവമാണ് എന്ന് അനുഭവിച്ചറിയുവാനും നിങ്ങൾക്കാകും. വീണ്ടും ഈ സദൃശവാക്യത്തെ ആഴമായി പഠിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ചോദിക്കാതിരിക്കാനാവില്ല. ആ ചോദ്യം ഇതാണ്: യഹോവയ്ക്ക് ഇഷ്ടമായ മനുഷ്യൻ്റെ വഴികൾ ഏതാണ്, ഏതെല്ലാമാണ്? നമ്മളെല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ആ ജീവിതങ്ങൾ യഹോവയ്ക്ക് ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെയാണോ എന്ന് സ്വയം വിചിന്തനം ചെയ്യുവാനും ഈ സദൃശവാക്യത്തിൻ്റെ പഠനം നമ്മെ പ്രേരിപ്പിക്കണം. ഒന്നാമതായി, ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് പ്രസാദമുള്ള വഴി വിശ്വാസത്തിൻ്റെ വഴിയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ വീരരെക്കുറിച്ച് വിവരിക്കുമ്പോൾ, ഹാനോക്കിൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, വിശ്വാസം ഇല്ലാതെ നിങ്ങൾക്ക് ദൈവത്തെ ഒരു നാളും പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണ്, ദൈവം നടത്തും എന്നുള്ള ഉറപ്പാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ നിദാനം. അനുസരണയുള്ള ജീവിതം, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, അനുസരണയുള്ള ജീവിതം, ദൈവ ശബ്ദത്തിന് ചെവികോർത്ത് ആ ദൈവ ശബ്ദം നമുക്ക് നൽകുന്ന ദൈവിക ഉപദേശങ്ങളെ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ പ്രകാരം ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ വഴികൾ ദൈവത്തിന് പ്രസാദകരമായ വഴികളായി മാറുന്നത്. എന്താണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? മനുഷ്യ, നന്മ പ്രവർത്തിക്കുവാൻ, ന്യായം പ്രവർത്തിക്കുവാൻ, ദയാതൽപരരായിരിക്കുവാൻ, ദൈവതിരുസന്നിധിയിൽ വിനയത്തോടെ ജീവിക്കുവാൻ, ഇതല്ലയോ നിന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് മീഖായുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നന്മ പ്രവർത്തിക്കുന്ന, നീതി പ്രവർത്തിക്കുന്ന ജീവിതക്രമം. ലോകത്തിൽ ഒരുപാട് തിന്മകൾ, ഒരുപാട് അന്യായം നാനാ ദിശകളിൽ മാടി വിളിക്കുന്ന പശ്ചാത്തലത്തിൽ ദൈവത്തോട് ചേർന്ന് ന്യായത്തിൽ ജീവിക്കുക, നന്മയിൽ ജീവിക്കുക എന്നതാണ് ദൈവ വഴികളിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നതിൻ്റെ പ്രധാന അവസ്ഥ. അനവധി ആവശ്യങ്ങളുമായി മനുഷ്യർ, ലോകം നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ, സഹസൃഷ്ടി നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ, പ്രകൃതി നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ, ദയാ തൽപരതയോടെ ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് ദൈവ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് ജീവിക്കുന്ന അവസ്ഥ. അഹങ്കാരം ഒരുപാട് ജീവിതങ്ങളെ തച്ചുടയ്ക്കുന്നൊരു പശ്ചാത്തലത്തിൽ വിനയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിന്റെ നിദാനം എന്ന് നാം തിരിച്ചറിയണം. വിനയത്തെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുവാനുള്ള ആ ഒരു മനസ്സും അതിൻ്റെ ഭാഗമാണ്. ഒരുത്തൻ അവൻ്റെ വഴിയിൽ യഹോവ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം ക്രമീകരിച്ചാൽ അവൻ്റെ ശത്രുക്കളോട് പോലും ഇണക്കുമാറ് ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ദൈവത്തിൻ്റെ വഴി? യഹോവയ്ക്ക് ഇഷ്ടമായ വഴി വളരെ വ്യക്തമായി നമുക്ക് പറയുവാനായിട്ട് കഴിയും.
യഹോവയ്ക്ക് ഇഷ്ടമായ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്. അന്യോന്യം സ്നേഹിപ്പിൻ. നിരന്തരം കർത്താവായ യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്നാണ് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുന്നത്. സ്നേഹത്തിലുള്ള ജീവിതം. സ്നേഹിതരെ, ശത്രുതയിൽ നീറിപ്പുകയുന്ന, പകയിലും പിണക്കത്തിലും നീറിപ്പുകയുന്ന ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. സ്നേഹത്തിൽ, സഹവർത്തിത്വത്തിൽ, ഒരുമിച്ച് സമാധാനത്തോടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടുന്നതിന് പകരം എന്താണ് നാം ചെയ്യുന്നത്? അന്യോന്യം കൊന്നൊടുക്കുക, നന്മയ്ക്കായി, ജീവന്റെ നിലനിൽപ്പിനായി നമ്മുടെ വിഭവങ്ങളും ബുദ്ധിയും ഉപയോഗിക്കുന്നതിന് പകരം നാശത്തിനായി, യുദ്ധക്കോപ്പുകൾക്കായി, യുദ്ധ ഉപകരണങ്ങൾക്കായി നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിഭവങ്ങളും ഉപയോഗിച്ച് അപരനെ, മറ്റുള്ളവനെ, അയൽക്കാരനെ, അയൽ രാജ്യക്കാരനെ കൊല്ലുന്നതിൽ ഒരു തരത്തിലുള്ള ഭീതിതമായ ആഹ്ലാദം കണ്ടെത്തുന്ന ലോക രാഷ്ട്ര നേതാക്കന്മാർ. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തെ മറന്നുള്ള ജനാധിപത്യ വ്യവസ്ഥകളും ഏകാധിപത്യ വ്യവസ്ഥകളും നമുക്ക് ചുറ്റും ഒരുപാട് വർദ്ധിച്ചു വരുമ്പോൾ സമാധാനം ലോകത്തിൽ നഷ്ടപ്പെടുന്നത്, ശത്രുത ലോകത്തിൽ വർദ്ധിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ് എന്ന്, ദൈവത്തിൻ്റെ പേരിൽ പോലും ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് എന്ന് ജ്ഞാനി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നാം ജീവിക്കുക? ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നന്ദിയുള്ള ജീവിതമാണ്, തൃപ്തിയുള്ള ജീവിതമാണ്. എല്ലാത്തിനും സ്തോത്രം ചെയ്യൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുന്നൊരു ജീവിതം, നന്ദിയുള്ളൊരു ജീവിതം, എണ്ണിയാൽ തീരാത്ത ദൈവകൃപകൾക്ക് എപ്പോഴും തൃപ്തിയോടെ പ്രതികരിക്കുന്നൊരു ജീവിതം, അതാണ് ജീവിതത്തിൻ്റെ നിദാനം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെ? അത് പങ്കുവെക്കലിലൂടെയാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതെല്ലാം ദൈവിക ദാനങ്ങളാണ്. ഇതൊന്നും ഞാൻ നേടിയതല്ല, എല്ലാം ദൈവം തന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് എനിക്കുള്ളതല്ല, അത് പങ്കുവെക്കപ്പെടേണ്ടതാണെന്ന ബോധ്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വഴികളിലുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയാണ്. അശുദ്ധിയുടെ ഒരുപാട് കണങ്ങൾ നമ്മുടെ ചുറ്റും കാണുമ്പോൾ വിശുദ്ധിയിൽ ജീവിപ്പാൻ, സമാധാനവും അനുരഞ്ജനവും ആഗ്രഹിച്ച് ജീവിപ്പാൻ നമുക്കാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ സദൃശവാക്യം ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാന സന്ദേശം? ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. എങ്ങനെയാണ് അകന്നുപോയ രണ്ടുപേർ ദൈവത്താൽ ഇണക്കപ്പെടുന്നത്? എങ്ങനെയാണ് ദൈവം ശത്രുക്കളെ കൂട്ടിയോജിപ്പിക്കുന്നത്, ഇണക്കുന്നത്? ഈ വലിയ സാധ്യത ഇന്ന് ലോകത്തിനും അത്യന്താപേക്ഷിതമായൊരു സാധ്യതയാണ്. ശത്രുക്കളുടെ ഹൃദയങ്ങളെ തമ്മിലിണക്കുന്ന ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കുവാൻ, പ്രയത്നിക്കുവാൻ, കാംക്ഷിക്കുവാൻ ഞാനും നിങ്ങളും പ്രേരിതരാകുന്ന ഒരു യാഥാർത്ഥ്യം. ദൈവം അതെങ്ങനെ സാധ്യമാക്കുന്നു? നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുക വഴി. നമ്മുടെ ഹൃദയങ്ങളെ, മറ്റുള്ളവരുടെയല്ല, നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുക വഴി. പലപ്പോഴും ശത്രുതയുടെ കാരണം നമ്മുടെ അഹംഭാവമാണ്. ഞാനെന്ന ഭാവം, ഞാൻ ശക്തനാണെന്ന ഭാവം, അവരൻ ഞാൻ പറയുന്നത് കേട്ടു ജീവിക്കണം എന്ന മുഷ്ക്, ധാർഷ്ട്യം. അവരെൻ്റെ രാജ്യം ഞാൻ പിടിച്ചെടുക്കും, അതെൻ്റേതാണ്, എനിക്കുള്ളത് മാത്രമല്ല എൻ്റേത്, നിനക്കുള്ളതും കൂടെ എൻ്റേതാണെന്ന് പറയുന്ന കള്ളൻ്റെ ആ മനോഭാവം, കൊള്ളക്കാരൻ്റെ മനോഭാവം. പലപ്പോഴും അത് അനാവശ്യമായ ദേഷ്യത്തിലേക്ക്, പകയിലേക്ക്, ശത്രുതയിലേക്ക് വഴിതെളിക്കുന്നു. രൂപാന്തരം
ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്നാണ്. കർത്താവേ, ഞാൻ ആരുമായിട്ടെങ്കിലും ശത്രുതയിലാണ് എങ്കിൽ നിന്റെ വഴികളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ മാറ്റണമേ, വിനയപ്പെടുത്തണമേ. ക്ഷമിക്കുവാനും ക്ഷമയാചിക്കുവാനും എനിക്ക് ശക്തി നൽകണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാകണം. എങ്ങനെയാണ് ശത്രുക്കൾ ഇണക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക? അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരമാണ്. ഏത് കല്ലായുള്ള ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഏത് പാപിയെയും അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ ഇറങ്ങണമേ. ഞങ്ങളുടെ ശത്രുതയെ നീക്കണമേ. ഞങ്ങളെ മിത്രങ്ങളാക്കണമേ. ഞങ്ങളെ ഒന്നാക്കണമേ. മാനവികതയുടെ, പരസ്പരതയുടെ, അന്യോന്യതയുടെ മാധുര്യം നുകർന്നു ജീവിപ്പാൻ മാനവജാതിയെ, സർവസൃഷ്ടിയെയും നീ സഹായിക്കണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാകണം, നമ്മുടെ ആഗ്രഹമാകണം. സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവം, ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് ശക്തി പകരുന്ന ദൈവം. ശത്രുവിനെ സ്നേഹിപ്പാൻ നീ കൽപ്പിച്ചിട്ടും മിത്രത്തെ പോലും ഞാൻ സ്നേഹിച്ചില്ല എന്ന് ദൈവതിരുസന്നിധിയിൽ വിനയത്തോടെ ഏറ്റുപറയുവാൻ നാം തയ്യാറായി. കർത്താവെ, നിന്റെ കരം പിടിച്ച് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ശത്രുക്കളെ ഇണക്കുന്ന ദൈവിക ഇടപെടലിൻ്റെ ഭാഗമായി ഞാനും മാറുന്നത്. പ്രാർത്ഥന അതുതന്നെയാണ് രൂപാന്തരത്തിൻ്റെ നിദാനം, അനുരഞ്ജനത്തിൻ്റെ അടിസ്ഥാനം. അനുരഞ്ജനത്തിൻ്റെ ദൈവം ക്ഷമയുടെ ദൈവമാണ്. അനുരഞ്ജനത്തിൻ്റെ ആദ്യ ചുവട് അപരനിൽ നിന്നുണ്ടാകണമെന്ന ആഗ്രഹം എന്നിൽ നിന്ന് നീക്കുകയും അനുരഞ്ജനത്തിൻ്റെ ആദ്യ ചുവട് ദൈവാശ്രയത്തോടെ എടുക്കുവാൻ എന്നെ സഹായിക്കുകയും ക്ഷമിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുകയും ക്ഷമ ചോദിക്കേണ്ടിടത്ത് ക്ഷമ ചോദിക്കുവാനുള്ള വിനയം എനിക്ക് നൽകുകയും ചെയ്യുമ്പോഴാണ് ശത്രുക്കളെ ഇണക്കുന്ന ദൈവിക ഇടപെടലിന് ഞാനും വിധേയപ്പെടുന്നത്, ഞാനും ചാലകമാകുന്നത്. അത് കൃപയുടെ പ്രവൃത്തികൾ എന്നിൽ നിറയുന്ന അവസ്ഥയിലേക്ക്, അത് ശത്രുതയെ രൂപാന്തരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക്. ദാനിയേൽ ബാബിലോണിലെത്തുമ്പോൾ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ, സിംഹക്കുഴിയിൽ എറിയുവാൻ ആഗ്രഹിച്ച ജനഗതി. പക്ഷെ ദാനിയേലിനെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് അവർ രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീതിയുടെയും ന്യായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പക്ഷം നിന്ന് സമാധാനം ഉണ്ടാക്കുന്നവരായി നാം തീരുമ്പോഴാണ് പലപ്പോഴും നാം ശത്രുക്കളെ ഇണക്കുന്ന അനുഭവത്തിൽ പങ്കാളികളാകുന്നത്. അത് സംഘർഷങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഈ സദൃശവാക്യം ലോകത്തിന് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. പരിഹരിക്കപ്പെടാനാകാത്ത ഒരു സംഘർഷവുമില്ല. എല്ലാ സംഘർഷങ്ങളും മനുഷ്യനിർമ്മിതമാണ്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. യുദ്ധക്കോപ്പുകൾ വിൽക്കുവാനായി യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് സംഘർഷങ്ങൾ അനിവാര്യമാണ്. പക്ഷേ അവർ ആത്യന്തികമായ പുഞ്ചിരി ചിരിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ വിശ്വാസത്തോടെ, വിനയത്തോടെ, ധൈര്യത്തോടെ നാം തയ്യാറാവുകയും ഏതു സംഘർഷങ്ങളെയും രൂപാന്തരപ്പെടുത്തി അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്ന് ഉറപ്പോടെ നാം ഇടപെടുകയും ചെയ്യുന്ന അനുഭവം. യാക്കോബും ഏശാവും രണ്ട് വഴികളിൽ പോയവർ, അവർ ഒരുമിച്ച് വന്ന് ആശ്ലേഷിക്കുന്ന അനുഭവത്തിൻ്റെ ആഴങ്ങൾ നാം കാണേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് ഈ സദൃശവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമാധാനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, മാനവ നേട്ടം മാത്രമല്ല. ദൈവം സമാധാനത്തിനായി ആഗ്രഹിക്കുന്നു. മനുഷ്യർ ദൈവത്തിൻ്റെ സമാധാന വാഞ്ചയ്ക്ക് മുന്നിൽ വിനയപ്പെടേണ്ടതായിട്ടുണ്ട്. വ്യക്തിപരമായ നീതിബോധം അത് സാമൂഹിക ഐക്യത്തിന് അടിസ്ഥാനമായി മാറുന്നു, ശത്രുതയെ ഇല്ലാതാക്കുന്നു. സുവിശേഷം പ്രതികാരത്തിൻ്റെ ആഹ്വാനമല്ല,
അനുരഞ്ജനത്തിൻ്റെ ആഹ്വാനമാണ്. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ആരിൽ പ്രസാദിക്കുന്നുവോ അവർക്ക് ദൈവം നൽകുന്ന കൃപാവരമാണ്. നീതിയുക്തമായ ജീവിതം അത് സമാധാനം സൃഷ്ടിക്കുന്നു. അത് മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കുന്നു, ശക്തമാക്കുന്നു. സുവിശേഷം അതുകൊണ്ട് തന്നെ അനുരഞ്ജനത്തിൻ്റെ വഴിയിലേക്കുള്ള ഒരാഹ്വാനം കൂടിയാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞാൽ, ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായ രീതിയിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ, അത് ബന്ധങ്ങളെ മധുരമേറിയതാക്കുന്നു. ശത്രുക്കളെപ്പോലും ഇണക്കുന്ന ദൈവിക ഇടപെടലിന് അത് കാരണമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ദൈവവഴിയിൽ നീതിയോടെ ജീവിക്കുന്നതിൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ വലിയ നന്മകളെക്കുറിച്ച് ഇവിടെ നാം കാണുകയാണ്. യഥാർത്ഥമായിട്ടുള്ള സമാധാനത്തിൻ്റെ, യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഉറവിടമാണ് ദൈവം. ഏത് തകർന്ന അവസ്ഥയെയും പുനർനിർമ്മിക്കുവാൻ കഴിയുന്ന ദൈവം, ഏത് ഉടഞ്ഞുപോയ അവസ്ഥയെയും പുനർസൃഷ്ടിക്കുവാൻ കഴിയുന്നൊരു ദൈവം, പുത്തനാരംഭങ്ങളുടെ ദൈവം, രണ്ടാം ആരംഭങ്ങളുടെ ദൈവം. ആ ദൈവത്തെയാണ് മനോഹരമായി, ആ ദൈവത്തിൻ്റെ സ്നേഹസാന്ദ്രതയും ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഉള്ള സാധ്യതയുമാണ് ഞാൻ ഈ തലമുറകളെ ഓർമ്മപ്പെടുത്തുന്നത്. സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 7 വാക്യം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ സദൃശവാക്യം ശ്രദ്ധിക്കാം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ഈ മനോഹരമായ സദൃശവാക്യത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ തിരിച്ചറിയുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ശക്തി പകരുമാറാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.